തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി അമിത് ഒറാങ് മലയാളത്തിലാണ് തന്നോട് സംസാരിച്ചതെന്ന് കേസിലെ നിർണായക സാക്ഷി ന്യൂസ് 18നോട്. പ്രതിയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവാതുക്കൽ വരെ ഓട്ടോയിലെത്തിച്ച ഡ്രൈവർ ജയേഷ് ആണ് ന്യൂസ് 18നോട് സംസാരിച്ചത്. പെരുമാറ്റത്തിൽ അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ലെന്നും ജയേഷ് പറയുന്നു. തിരുവാതുക്കൽ കൂട്ടക്കൊല സംഭവത്തിൽ ഈ നാടാകെ ഞെട്ടിയതാണ്. രണ്ടുപേരെ അസം സ്വദേശി കൊല ചെയ്തത് വലിയ ഞെട്ടലോടെയാണ് കണ്ടത്. കേരളമാകെ കേട്ടത് അങ്ങനെയാണ്. ഇതിനൊക്കെ പിന്നാലെയാണ് അതേ ഞെട്ടലിൽ, അതിനപ്പുറത്തെ ഞെട്ടലിൽ ഉള്ള ഒരാളാണ് ജയേഷ്. ജയേഷാണ് അന്ന് രാത്രി, ഈ കൃത്യം നടന്ന അന്ന് രാത്രി ജയേഷിന്റെ ഓട്ടോ വിളിച്ചാണ് ഈ അമിത് ഒറാങ് തിരുവാതുക്കലേക്ക് പോയത്. എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് നമുക്ക് ജയേഷിനോട് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയായിരുന്നു സംഭവം? രാത്രിയിലൊരു 12:10-12 ആ ടൈമിൽ വന്ന് ഈ പയ്യൻ ചോദിച്ചു തിരുവാതുക്കൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ചാർജ് എത്രയാണെന്ന് ചോദിച്ചു. ചാർജ് പറഞ്ഞു. ഒരാളെ ഉള്ളെന്ന് പറഞ്ഞു. അവർ ഒരാളാണെങ്കിലും 3 പേരാണെങ്കിലും ഒരേ ചാർജാന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരെ തിരുവാതുക്കൽ ചെന്നു. അപ്പം ഈ വഴിക്കാണ് ബേക്കറി ജംഗ്ഷൻ വഴി നേരെ അങ്ങാണ് പോയത്. തിരുവാതുക്കൽ ജംഗ്ഷനിൽ ചെന്ന് അവിടെ ഒരു ATMന്റെ സൈഡിൽ കൊണ്ട് നിർത്തി. അവിടെ വെട്ടമുള്ളൊരു സ്ഥലം അതായിരുന്നു. അവിടെ കൊണ്ട് നിർത്തി. അവിടെ നേരെ പൈസ തന്നിട്ട് ആ കുമരകം റോട്ടിലോട്ട് നടന്നു പോകുന്നുണ്ട്. ഈ പൈസ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിട്ടല്ലേ? അവിടുന്ന് പൈസയൊക്കെ ചോദിച്ചു, അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടാണ് കയറിപ്പോരുന്നത്. നല്ല പെരുമാറ്റം കണ്ടിട്ട് സംശയം തോന്നാൻ ഒന്നുമില്ലായിരുന്നു. കാരണം മലയാളം സംസാരിച്ചത്, പിന്നെ ഒരാളെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏകാത്മി എന്ന് ഹിന്ദിയിലാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആളുടെ വേഷം കണ്ട അന്നേരം ഒരു കുഴപ്പമൊന്നും തോന്നില്ല. ഒരു ജെന്റിൽമാൻ ലുക്ക്, ഒരു കാച്ചട്ടയും പെർമുട, നല്ല ബനിയൻ, അതൊക്കെ ഇട്ടേ. അതാണ് തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിച്ചു. അതിന് ആ വേഷം ശ്രദ്ധിച്ചുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റും. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു ചേട്ടാ? അകത്തുനിന്ന് ഇറങ്ങി വന്നതാണ്, റെയിൽവേയുടെ അകത്തുനിന്നാണ് ഇറങ്ങി വന്നത്. അവിടെ നൈറ്റ് ഓട്ടം കിടക്കുന്നതാണ്. പിന്നെന്താ, പിന്നെ ഈ ഇവൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞു ചേട്ടാ സ്വാഭാവികമായിട്ടും പിന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലേ? സാധാരണ ഒരു ഓട്ടം പോലെ ആള് ഇറങ്ങിപ്പോയി. പുറകെ 2 വണ്ടി ഉണ്ടായിരുന്നു അങ്ങോട്ട് തിരിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ വണ്ടി തിരിച്ചിട്ട് ഒരു 2 സെക്കൻഡ് അവിടെ ചവിട്ടി നിർത്തി ആ വണ്ടി പോകാൻ വേണ്ടി. അപ്പോൾ ആള് ഇവനങ്ങോട്ട് നേരെ ആ കുമര റോട്ടിലോട്ട് അങ്ങ് നടന്നു പോകുന്നത് കണ്ട് ഞാൻ തിരിച്ചു പോരുകയും ചെയ്തത്. പിന്നെ ഈ സംഭവം കണ്ട് ചേട്ടൻ എന്താ തോന്നിയത്? ഇത് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? പിറ്റേ ദിവസം ഓടാൻ ചെന്നപ്പോഴത്തേക്കിന് പോലീസുകാർ വന്നിട്ട് ഇവൻ പ്രതിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഫോട്ടോ കൊടുത്തിട്ട് ഗ്രൂപ്പ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെ കണ്ട അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫോണിലോട്ട് ഇവൻ്റെ ഫോട്ടോ വന്നപ്പോഴത്തേക്കിന് ഞാൻ തിരിച്ചറിഞ്ഞ് പെട്ടെന്നൊരു ഞെട്ടലാണ് ഉണ്ടായത്. കാര്യം ഒരു കൊച്ചു പയ്യനാണ്, ഇങ്ങനെ ചെയ്യുമോയെന്ന് നമുക്കൊരു അതിശയം തന്നെയായിരുന്നു. കണ്ടിട്ട് ഈ വാർത്തയൊക്കെ അന്ന് ശ്രദ്ധിച്ചിരുന്നു? ഇരട്ടക്കൊലയുടെ വാർത്തയൊക്കെ അല്ലാതെ വരുമ്പോൾ അതൊക്കെ ചേട്ടൻ ശ്രദ്ധിച്ചിരുന്നു? അത് ഇവിടെ ഓടി വെളുപ്പിനെയാണ് പോരുന്നത്. വന്നു കഴിഞ്ഞ് കിടന്ന് ഉറക്കമാണ്. ഉറങ്ങി എഴുന്നേറ്റ് 3:30 ആകുമ്പോൾ എഴുന്നേറ്റ് അത് കഴിഞ്ഞ് ഈ ന്യൂസ് കണ്ടപ്പോഴത്തേക്കിന് ഇങ്ങനെ തിരുവാതിക്കൽ ഇങ്ങനെ ഇരട്ടക്കൊല നടന്നേക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ ഓടാൻ പോകും. വൈകുന്നേരം ഒരു 5-5:30 ആകുമ്പോൾ ഇവിടെ എഴുന്നേറ്റ് പോകും. ആ സമയത്തുള്ള ന്യൂസ് കാണലേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു ഇവനാണെന്നുള്ളൊരു ധാരണയൊന്നും അന്നേരം ഇല്ല. ഈ വൈകുന്നേരം സ്റ്റാൻഡിൽ ചെന്ന് ഇങ്ങനെ ഗ്രൂപ്പിനകത്ത് ഇവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിയത്. പിന്നീട് പോലീസ് എന്താ ചെയ്തത്? പോലീസുകാർ സ്റ്റാൻഡിൽ വന്ന് ഇങ്ങനെ നമ്പർ കൊടുത്തതിൻ്റെ പേരിൽ അവരെ വിളിച്ചു. CS സാറിനോട് സംസാരിച്ചു. ചേട്ടൻ വിളിച്ചോ അതോ അവർ വിളിച്ചു? നമ്മുടെ കൂട്ടുകാരെ വിളിപ്പിച്ചു. ഞാനോട് സംസാരിച്ചു. കാര്യങ്ങളൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും കേസുമായിട്ട് സഹകരിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും? തീർച്ചയായിട്ടും സഹകരിക്കാൻ തയ്യാറാണ്. ഇനിയിപ്പോൾ മൊഴിയെടുക്കാൻ വല്ല വിളിച്ചിട്ടുണ്ടോ? ഇതുവരെ വിളിച്ചിട്ടില്ല. വിളിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഷോക്കൊക്കെ മാറിയോ? ഷോക്കൊക്കെ മാറി. എന്തായാലും ഇതാണ് ജയേഷ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അതാണ്. അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്തൊരു സംഭവത്തിലേക്ക് അദ്ദേഹം എത്തുകയാണ് എന്നുള്ളതാണ്. ഈ ഓട്ടോയിലാണ്, ഇതിലല്ലേ പോയെ? അഞ്ജന എന്ന പേരുണ്ട്, അഭിനയ് എന്നും പേരുണ്ട്. ഈ ഓട്ടോയിലാണ് എന്തായാലും ഇയാൾ തിരുവാതുക്കലേക്ക് പോയത്. പോലീസ് നൽകുന്ന വിവരപ്രകാരം ഇയാൾ ഈ കുമരകം റോഡിലേക്ക് നടന്ന ശേഷം ഓട്ടോ പോയ ശേഷം വീണ്ടും തിരിച്ച് ഈ വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ്. അതായത് ഈ ഓട്ടോക്കാരനെ ഫലത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അങ്ങനെയാണ് പോലീസ് പറയുന്നത്. അത് ചേട്ടൻ കണ്ടിട്ടില്ല? ഇല്ല. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18.